പലസ്തീന മക്കളിലേക്ക് നോക്ക് നിങ്ങൾ. ജൂതരാകുന്ന ഇസ്രായേലി സമൂഹം പാവപ്പെട്ടതാകുന്ന ഗസയിലെ പ്രിയപ്പെട്ട മക്കളെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുകയല്ലേ. കണക്കുകൾ പരിശോധിച്ചു നോക്ക്. കഴിഞ്ഞ 23 മാസങ്ങളായി മരണപ്പെട്ട് കിടക്കുന്ന കുട്ടികളടക്കം അല്ലാഹുവേ 60,000-ത്തിലധികമാണ്. 60,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. അതിൽ തന്നെ 18,500-ഓളം പാവപ്പെട്ടതാകുന്ന മക്കളാണ്, പിഞ്ചോമന മക്കളാണ്. അതിൽ തന്നെ 1000-ത്തിലധികം മക്കള് അല്ലാഹുവേ 1 വയസ്സ് പോലും എത്താത്തതാകുന്ന പിഞ്ചോമന മക്കളാണ്. വാപ്പയുടെ തോളിൽ കടന്നുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത്, ഉമ്മയുടേതാകുന്ന അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെടിയുതിർത്തുകൊണ്ട് കൊന്നുകളഞ്ഞ് പ്രയാസപ്പെടുത്തി കളഞ്ഞതാകുന്ന കുഞ്ഞുങ്ങൾ, പാലിൻ്റെതാകുന്ന നറുമണം പോലും ആസ്വദിച്ച് തീരാത്തതാകുന്ന പാൽപുഞ്ചിരി പൊഴിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ കൊന്നുകളഞ്ഞിരിക്കുകയാണ്. 18,500-ഓളം വരുന്ന കുട്ടികൾ, അതിൽ തന്നെ 1000-ത്തിലധികം കുട്ടികൾ 1 വയസ്സിൽ താഴെയുള്ളതാകുന്ന പിഞ്ചോമന മക്കൾ, പാല് കുടിക്കുന്ന മക്കൾ, അതിന്റെ നറുമണം ആസ്വദിച്ച് തീരുന്നതിന് മുമ്പ് വെടിയുതിർത്തുകൊണ്ട് കൊന്നുകളയുകയാണ്, പട്ടിണിക്കിട്ടുകൊണ്ട് കൊന്നുകളയുകയാണ്. കിരാതമാക്കപ്പെട്ട നടപടിയല്ലേ ഇസ്രായേൽ നടത്തുന്നത്. അവസാനം ഇതാ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന രാജ്യങ്ങളിൽ വരെ യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മെനയുകയല്ലേ. ഖത്തറിൽ അതിൻ്റെതാകുന്ന സംഭവങ്ങളല്ലേ കഴിഞ്ഞ ദിവസം നമ്മൾ ദോഹയിലൂടെ കണ്ടത്. എത്രയോ രാജ്യങ്ങൾ ഇനിയും അത്തരത്തിലുള്ളതാകുന്ന ഭീമത്സവമാകുന്ന അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇവിടെയെല്ലാം സത്യവിശ്വാസികളാകും നമുക്ക് ഉറക്കെ പറയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതമാണ് നമ്മൾ പഠിക്കേണ്ടത്. സത്യവിശ്വാസികൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്, സത്യവിശ്വാസിയായ മനുഷ്യൻ അവൻ വയറ് നിറയ്ക്കുക മാത്രമല്ല, അവിശ്വാസിയായ ഒരു വ്യക്തി പോലും അവൻ ദാഹിച്ചിരിക്കാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല. അത് നിന്റെ അയൽവാസിയാണെങ്കിൽ പോലും പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇല്ലെങ്കിൽ നീ യഥാർത്ഥ മുഅ്മിനല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് മനുഷ്യത്താണ്. 1948 പാരീസിൽ വെച്ചുകൊണ്ട് UN ഐക്യരാഷ്ട്രസഭ ഒരു മനോഹരമാകുന്ന ദിനത്തെ ആചരിക്കാൻ വേണ്ടി അവരെല്ലാവരും സമുചിതമായി തീരുമാനമെടുക്കും. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. മനുഷ്യന്റേതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ മനുഷ്യത്തെ പരിഗണിച്ചുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം. അവന്റെ സ്വത്തിന്, അവന്റെ ശരീരത്തിന് പരിപൂർണമായി സുരക്ഷിതത്വം നൽകുന്നതാകുന്ന നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവന്നു. 1948 ഈ യോഗം കൂടുന്നത്. 2 വർഷം കഴിഞ്ഞു 1950 നിയമം പാസ്സായി. അന്ന് മുതൽ 1950 ഡിസംബർ 10 മുതൽ മനുഷ്യാവകാശ ദിനം നിലവിൽ വന്നു. ഇന്നുണ്ടല്ലോ, ഇന്ന് നമുക്കിടയിൽ ആ ദിനമുണ്ട്, പക്ഷെ വെറുതെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ മനുഷ്യാവകാശ ദിനം ഉണ്ടായിട്ടുമാണ് ഈ ഫലസ്തീന്റെ മക്കൾ ഈ പ്രയാസം അനുഭവിക്കുന്നു മനസ്സിലാക്കണം. ഏത് ഐക്യരാഷ്ട്രസഭ ആരാണ് ഇവർക്ക് പരിപൂർണമായിട്ട് ഇവരെ ചെയ്യരുത്, അവർക്ക് ഇങ്ങനെ കാണിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അവരൊന്ന് ഉപദേശിക്കാൻ ആരാ തയ്യാറായിട്ടുള്ളത്? ഒരിക്കലും ഇല്ല. അതൊക്കെ വെറുതെ ചുമ്മാ പേരിന് മനുഷ്യാവകാശ ദിനം ഒന്നും ഇങ്ങനെ പറയുന്നല്ലാതെ. ആലോചിച്ചു നോക്ക് നിങ്ങൾ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാൽ മനസ്സിലാക്കണം, അതിനും 1300 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് സ്വഹാബത്തിന് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്താൻ പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫ മൈതാനിൽ വെച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ്. അല്ലയോ അറിയണേ പ്രിയപ്പെട്ടതാകുന്ന സമൂഹമേ, ലാ ഫളല ലി അറബിയ്യൻ വലാ അജമിയ്യൻ വലാ അജമിയ്യൻ അലാ അറബിയ്യൻ വലാ ലി അഹ്മർ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മർ. വെളുത്തവന് കറുത്തവനേക്കാൾ, കറുത്തവൻ വെളുത്തവനേക്കാളോ. ഒരു തറവാട് മഹിമ പറഞ്ഞുകൊണ്ട്, കുലമഹിമ പറഞ്ഞുകൊണ്ട്, ജാതി പറഞ്ഞുകൊണ്ട് ഒന്നും നിങ്ങളാരും മുന്നോട്ട് വരരുത്. എല്ലാവർക്കും മുറുകെ പിടിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലാ ബി തഖ്വല്ലാഹ്. അല്ലാഹുവിനെ പരിപൂർണമായി തഖ്വ ചെയ്തുകൊണ്ട് മനുഷ്യത്തെ പരിഗണിച്ച് നിലകൊള്ളണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, ഫഇന്ന ദിമാഅകും, നിങ്ങളുടേതാകുന്ന രക്തം, വഅംവാലകും, നിങ്ങളുടെ സമ്പത്ത്, വഅറാദകും, നിങ്ങളുടെ അഭിമാനം. മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 10 അഭിമാനം പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രവാചകൻ അതിനും 1000 വർഷങ്ങൾക്ക് മുമ്പ് അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ നബിതങ്ങൾ സ്വന്തം ശരീരത്തെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യന്റേതാകുന്ന ജീവന്റെ കാര്യം എടുത്തു പറഞ്ഞു.
അവന്റേതാകുന്ന സ്വത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. വഅറാദക്കും, നിങ്ങളുടേതാകുന്ന അഭിമാനം, അലൈക്കും ഹറാമുൻ, നിങ്ങളുടെ മേൽ നിഷിദ്ധമാണ്. ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരെയും നിങ്ങൾ പ്രത്യേകമായി അവർ മനുഷ്യത്വത്തെ പരിഗണിച്ചുകൊണ്ട് അവരുടെ സമ്പത്തിനെയും അവരുടെ ശരീരത്തെയും അവരുടേതാകുന്ന അഭിമാനത്തെയും സംരക്ഷിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സഹാബത്തിന് കൊടുത്തതാണ് ഉപദേശം.